നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ അടുത്തൊരു ക്യാപ്സ്യൂൾ സെഷനിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകളൊന്ന് പെട്ടെന്നൊന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ്? നമ്മൾ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പഠിച്ചു, ദേശീയ ഗാനം പഠിച്ചു, പെരിയാർ നദിയെ പറ്റിയിട്ട് പഠിച്ചു, അതുപോലെ തന്നെ കഴിഞ്ഞ ക്യാപ്സ്യൂൾ സെഷനിൽ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരിക. എക്സാമിന് മുമ്പായിട്ട് നമുക്ക് ഒരുവിധം പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സസ് എല്ലാം കണ്ട് പഠിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ക്യാപ്സ്യൂളിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. സോ അവിടെ ഈ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഏതാണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ട PSCയുടെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഇത് LGS 10th 12th ഡിഗ്രി ലെവലിലെല്ലാം നമുക്ക് ഡിഗ്രി ലെവൽ മെയിൻസിൽ വരെ വേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. സോ ലൈഫ് സയൻസ് എന്നുള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നുള്ള ടോപ്പിക്കൊക്കെ ഇല്ലേ. സോ അതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പഠിക്കാം, ബാക്കി ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു ക്യാപ്സ്യൂൾ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ പഠിക്കാൻ റെഡി ആണോ? ഓക്കെ ആണോ? ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ ഇതുവരെ ക്ലിയർ ആണ് എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് ഈ വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഒരു വൈറ്റമിൻസ് എന്ന് പറയുന്നത് അല്ലേ. വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, നമ്മുടെ വളർച്ചയ്ക്കും മറ്റ് കാര്യങ്ങൾക്ക് ആരോഗ്യത്തിനും എല്ലാം വേണ്ടുന്ന, നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കാത്ത, നമ്മുടെ ഫുഡ് വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ആ ഒരു മൈക്രോ ന്യൂട്രിയൻസിനെയാണ്, സൂക്ഷ്മ പോഷകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ വൈറ്റമിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ എത്ര വൈറ്റമിൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയുണ്ട്? 13 വൈറ്റമിൻസ് ആണ്, 13 ജീവകങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എത്രയാണ്? 13 ജീവകങ്ങളാണ് ഉള്ളത്. അതിൽ ഏതൊക്കെയുണ്ട്? വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ആകെപ്പാട് 6 എണ്ണമല്ലേ ഉള്ളൂ എന്ന്. ബാക്കി എവിടെ? ബാക്കി നമ്മളെ ബിയുടെ ഓരോ ഡിവിഷൻ ആയിട്ട് വരും. B1 B2 B3 അങ്ങനെ പറഞ്ഞ് B12 വരെ എന്തുണ്ട്? അതിനിടയ്ക്ക് കുറച്ച് നമ്പേഴ്സ് ഒക്കെ മിസ്സിംഗ് ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. സോ അതാണ്, അതും കൂടെ ചേർത്ത് B കോംപ്ലക്സും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു 13 വൈറ്റമിൻസ് വരുന്നത്. ഈ 13 വൈറ്റമിൻസിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഈ വൈറ്റമിൻസിനെ, വൈറ്റമിൻ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, പിന്നെ E ഉണ്ട്, F ഒന്നുമില്ല കേട്ടോ, K ആണ് പിന്നീടുള്ളത്. സോ ഈ വൈറ്റമിൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ഥിരം ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. വൈറ്റമിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നും അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നവ എന്നും പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കൊഴുപ്പിൽ ലയിക്കുന്നതിന് നമ്മൾ ഫാറ്റ് സോലുബിൾ എന്നാണ് പറയുന്നത്. ഫാറ്റ് സോലുബിൾ, ഓക്കെ, ഫാറ്റ് സോലുബിൾ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്നാണ് പറയുന്നത്. വാട്ടർ സോലുബിൾ. ഇംഗ്ലീഷിൽ LGSന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും വേണ്ട, എന്നിരുന്നാലും ബാക്കിയുള്ള പരീക്ഷയ്ക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരികയാണേ. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് അല്ലെ. ഏതൊക്കെയാണ്? A, D, E, K. അതായത് വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. ഇതെല്ലാം എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. ബിയും സിയും എന്താണ്?
വാട്ടർ സോലുബിൾ ആണ്, ജലത്തിൽ ലയിക്കുന്നവയാണ്. സോ ഇത് മാറിപ്പോകാതെ പഠിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഫസ്റ്റ് ഇതെന്താണ്, ഇത് മാറിപ്പോകരുത്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളിൽ ഉദാഹരണം ഏത് എന്നുള്ള രീതിയിൽ സ്ഥിരം ചോദിക്കുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കാം. അത് പഠിക്കാനുള്ള ഒരു കോഡ്, ഒരുപാട് കോഡുണ്ട് കേട്ടോ, പല രീതിയിലും പഠിക്കാം. അടയ്ക്ക് കൊഴുപ്പായതിനാൽ ജലത്തിന് ബിസിയാണ്, അങ്ങനെ പല പല കോഡുകളുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് പഠിച്ചാൽ മതി, കൊഴുപ്പ് കേടാ, നമുക്കറിയാം, നമുക്ക് കൊഴുപ്പ് നമ്മുടെ ആരോഗ്യത്തിന് കേടാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാലും മതി, കൊഴുപ്പ് കേടാ. അപ്പോൾ വൈറ്റമിൻ എ, ഡി, ഇ, കെ അല്ലേ, കേടാ, കേടാ. കൊഴുപ്പ് എന്താണ്, കേടാണ്. ഓക്കെ, ആരോഗ്യത്തിന് കേടാണ്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ കൊഴുപ്പ് കേടാ. അപ്പോൾ ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? അത് വൈറ്റമിൻ എ, കെ, എ, ഡി, ഇ, കെ ആണ്. അല്ലെങ്കിൽ കെ, ഇ, ഡി, എ ആണ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെച്ചോളൂ. സംഭവം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ വൈറ്റമിൻസ് ക്ലിയർ ആയി. വൈറ്റമിൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഏതൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിനെ പറ്റിയിട്ടൊന്ന് പഠിച്ചാലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വൈറ്റമിൻ എ, ഡി, ഇ, കെനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, എല്ലാം കൂടെ പഠിച്ച് ഫുള്ളി കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മൾ കുറച്ച് വീതം പഠിച്ചു പോയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ശാസ്ത്രീയ നാമമാണ്. ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? സയന്റിഫിക് നെയിം അല്ലേ. നമുക്ക് വൈറ്റമിൻ എ, ബി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന് എന്തുണ്ട്? ശാസ്ത്രീയ നാമമുണ്ട്. സോ ആ ടേംസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ദാ ശ്രദ്ധിച്ചിരിക്കുക. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? റെറ്റിനോൾ എന്നാണ്. എന്താണ്? റെറ്റിനോള്. റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം, റെറ്റിനോള്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിയുടെ നാമം ഏതാണ്? സയന്റിഫിക് നെയിം ഏതാണ്? കാൽസിഫെറോൾ ആണ്. എന്താണ്? കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്നാണ് എന്തിൻ്റെത്? വൈറ്റമിൻ ഡിയുടെ ആ ഒരു ശാസ്ത്രീയ നാമം. ഇനി വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ ആണ്. ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം. ഇനി കെയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ഫില്ലോക്യുനോൺ. എന്താണ്? ഫില്ലോക്യുനോൺ. ഓക്കെ, ഫില്ലോക്യുനോൺ. ഓക്കെ, അപ്പോൾ ഇതാണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഈ 4 നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കുക. എങ്ങനെ പഠിക്കാം? AR. ഓക്കെ, AR റഹ്മാൻ അല്ലേ. AR റഹ്മാനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. AR. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ഒന്ന് നോക്കിക്കേ. AR കോഡായിട്ട് പഠിച്ചു വെച്ചേക്കണേ. AR എന്താണ്? അത് AR റഹ്മാനെ ഓർത്ത് വെച്ചിരിക്കുക. വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. ഇനി അടുത്ത് എന്താണ്? DC. ഓക്കെ, DC എന്താണ്? AC കറണ്ട്, DC കറണ്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. DC ആണ്. അതായത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. എന്താണ്? കാൽസിഫെറോൾ ആണ്. ഒന്ന് പറഞ്ഞേ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കാൽസിഫെറോൾ ആണ്. ഇനി നമ്മൾ നോക്കൂ, നമ്മൾ ഈറ്റ് എന്ന് പറയത്തില്ലേ. EAT ആണ് ഈറ്റെങ്കിലും നമ്മൾ ഈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ET. അപ്പൊ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈറ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഈറ്റ് എന്ന് പറയുമ്പോൾ ഇയും ടിയും. ടി എന്താണ്? ടോക്കോഫെറോൾ ആണ്. എന്താണ്? ടോക്കോഫെറോൾ ആണ്. ഈറ്റ്. ഓക്കെ, ET എന്താണ്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ ആണ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? വൈറ്റമിൻ എ, ഡി, ഇ, കെ. KGF-നെ ഓർത്ത് വെച്ചിരിക്കുക. KGF-നകത്ത് KG ഇല്ല. എന്താണ്? KF ഉള്ളൂ. ഓക്കെ, അപ്പൊ KF. ഓക്കെ, KF എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ കെയുടേത് ഫില്ലോക്യുനോൺ ആണ്. F എന്നുള്ളത് P ആണ് അതിന്റെ യഥാർത്ഥ സ്പെല്ലിംഗ് എന്നെങ്കിലും നമുക്കത് ഫില്ലോ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് F തന്നെ പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ. അപ്പൊ മാറി പോകത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നോക്കി ഓർത്ത് വെച്ചിരിക്കുക. R ആണ്. റെറ്റിനോൾ ആണ്. AR റഹ്മാൻ. AR വൈറ്റമിൻ എ, R റെറ്റിനോള്. DC വൈറ്റമിൻ ഡി കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആണ്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആദ്യമായിട്ട് പഠിക്കുന്നവര് ഒന്ന് ഒരു 5 തവണ അല്ലെങ്കിൽ 10 തവണ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ എയിലേക്ക് കടക്കാം. വൈറ്റമിൻ എ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം?
നമ്മളെ കാഴ്ചശക്തി അല്ലേ, നമ്മളെ കണ്ണിന് നല്ല കാഴ്ചശക്തിയൊക്കെ വേണമെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ നമ്മുടെ കഴിച്ചേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ആ വൈറ്റമിൻ എ ഇല്ലാത്ത ആഹാരങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റുക, നമ്മളെ കണ്ണ് കേടായി പോവും അല്ലേ, നമ്മളെ കണ്ണ് അതിന്റെ പവറൊക്കെ പോയി കാഴ്ചയൊക്കെ കുറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ എ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ഓർത്ത് വെച്ചിരിക്കുക. റെറ്റിന, നമ്മൾ കണ്ണിനകത്ത് എന്തുണ്ട്, റെറ്റിന ഉണ്ട് അല്ലേ. അപ്പോൾ റെറ്റിനോൾ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. റെറ്റിനോള്, റെറ്റിന, ഓക്കെ, അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. സോ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ എ ആണ്, വേറെ ഒന്നുമല്ല, വൈറ്റമിൻ എ ആണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് വൈറ്റമിൻ എ? പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിക്കുന്നത്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടെ പഠിക്കുകയാണെന്നും മനസ്സിലുണ്ടാകണം. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വൈറ്റമിൻ എ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിച്ചില്ല എങ്കിൽ നമുക്ക് എന്താ സാധിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ടും 2 തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. പ്രധാനമായും വലിയ ആൾക്കാരിലാണെങ്കിൽ, ഓക്കെ, മുതിർന്നവരിലാണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും, നിശാന്തത എന്ന് പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ് അതായത് രാത്രി സമയങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അല്ലെങ്കിൽ ഇരുട്ടുള്ള മുറിയിൽ പോയാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇച്ചിരി മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച കുറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്ന അല്ലെങ്കിൽ എന്തിന്റെ അപര്യാപ്തതയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? അത് വൈറ്റമിൻ എയുടെ അപര്യാപ്തതയാണ്. മനസ്സിലായോ? വൈറ്റമിൻ എയുടെ അപര്യാപ്തത എന്തിന് കാരണമാകുന്നു? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകുന്നു. എന്താണ്? നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ഇനി സിറോഫ്താൽമിയ ഉണ്ട്. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കൂടുതലായും കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, സിറോഫ്താൽമിയ. ഓക്കെ, സിറോഫ്താൽമിയ. അപ്പോൾ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൂടുതലായും കുട്ടികളിൽ കാണപ്പെടുന്ന, അതായത് കുട്ടികളിൽ അതുപോലെ ഈ പോഷകക്കുറവുള്ള വ്യക്തികളിൽ ഈ കണ്ണിന്റെ വെള്ളയുണ്ടല്ലോ, ഈ വെള്ള എന്ത് ചെയ്യുന്നു? ഡ്രൈ ആവും. ഓക്കെ, അതെന്താവും? ഡ്രൈ ആവും. അങ്ങനെ ആ വെള്ളയുടെ ആ ഒരു വൈറ്റ് കളറ് പതിയെ മങ്ങി വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് അവസാനം വേണമെങ്കിൽ മൊത്തത്തിൽ കാഴ്ചശക്തി മൊത്തത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു കണ്ടീഷനാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അപര്യാപ്തത രോഗങ്ങൾ പ്രധാനമായും 2 എണ്ണം, ഒന്ന് നിശാന്തതയും മറ്റൊന്ന് സിറോഫ്താൽമിയ ആണ്. നിശാന്തത എന്ന് പറഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കാം, കണ്ണിന്റെ പ്രശ്നം ഉണ്ടാകും. ഓക്കെ, ഇനി ഇതാ നോക്കിക്കേ, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? പ്രോ വൈറ്റമിൻ എ. ഓക്കെ, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ എന്തോ ഒരു കാര്യം നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അതൊരു വൈറ്റമിൻ എ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഏത് കാര്യമാണ്? ബീറ്റാ കരോട്ടിൻ. എന്താണ് ഈ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്? അതായത് ഒരു വർണ്ണ വസ്തുവാണ്. ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് ഒരു പിഗ്മെന്റ് ആണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ എന്താണ് ക്യാരറ്റ് ഇല്ലേ, ക്യാരറ്റിന് ഒരു ഓറഞ്ച് കളർ ഇല്ലേ, ഈ ഓറഞ്ച് കളർ അതിന് വരാനുള്ള കാരണം എന്താണ്? അതിനകത്തൊരു വർണ്ണ വസ്തു അടങ്ങിയത് കൊണ്ടാണ്. ആ വർണ്ണ വസ്തുവിന്റെ പേരാണ് ഏത്? കരോട്ടിൻ എന്ന് പറയുന്നത്. ഇപ്പം ചീരക്കകത്ത് ഒരു ചുമപ്പ് കളർ കാണത്തില്ലേ, ആ ഒരു കളർ കിട്ടാനുള്ള കാരണം എന്താണ്? അതിനകത്ത് ഈ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കരോട്ടിന്റെ ഒരു വകഭേദമാണ് ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്. സോ ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നു, ക്യാരറ്റോ അല്ലെങ്കിൽ എന്താണ് ബീട്രൂട്ടോ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഈ വർണ്ണ വസ്തു നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ആ വർണ്ണ വസ്തു അവിടെ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് എന്തായിട്ട് കൺവേർട്ട് ആകുന്നു? അത് നമ്മുടെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആകുന്നു. സോ അതുകൊണ്ടാണ് ഈ ബീറ്റാ കരോട്ടിനെ നമ്മൾ പ്രോ വൈറ്റമിൻ എ എന്ന് വിളിക്കാനുള്ള കാരണം. മനസ്സിലായോ? അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ബീറ്റാ കരോട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രോ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കരോട്ടിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വർണ്ണ വസ്തുവാണ്. വർണ്ണ വസ്തു എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളത് കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ വർണ്ണ വസ്തു അല്ല,
ഇത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലെല്ലാം കളർ ലഭിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് ഏത് ഈ ഒരു കരോട്ടിൻ എന്ന് പറയുന്നത്. സോ ഈ കരോട്ടിൻ ആണ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യുന്നത് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം എന്താ നോക്കിക്കേ, വിറ്റാമിൻ എ ആയിട്ട് മാറുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് കരോട്ടിൻ ആണ് കേട്ടോ. വർണ്ണവസ്തുവായിട്ട് വിറ്റാമിൻ എ ആയിട്ട് മാറുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കരോട്ടിൻ ആണ്. ഓക്കെ ആണോ? ഇനി കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു നമ്മൾ പറഞ്ഞല്ലോ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ ആണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പൊക്കെ കാണുന്നത് കരളിലല്ലേ. അപ്പോൾ കരളിലാണ് ഈ വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്നത്. ഇതൊരു കാര്യം ആലോചിക്കാം, ഇത് പെട്ടെന്നല്ല വർക്ക് ആവുന്നത്. ഈ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് ഈ വൈറ്റമിൻ എ വേറൊരു കെമിക്കൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കരൾ എന്ത് ചെയ്യും? അവിടെ സംഭരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ കുറച്ച് വീതം അത് പുറത്തേക്ക് ബ്ലഡിലൂടെ കലർത്തി വിട്ടുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ പക്ഷേ അത് ആ ഒരു കാര്യം അത് എന്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാഴ്ചയ്ക്കൊന്നും പറ്റത്തില്ല അല്ലേ. അത് കാരണം എന്താണ്? അത് ഓൾറെഡി കരള് അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. പതിയെ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് പറ്റത്തില്ല, ഈ ഒരു പെട്ടെന്ന് നമ്മുടെ ഒരു ഡെഫിഷ്യൻസി കാരണം പെട്ടെന്ന് നമ്മൾ ഈ നിശാന്തതയിലേക്കോ സിറോഫ്താൽമിയിലേക്കോ പോകത്തില്ല. നമ്മൾ നേരത്തെയൊക്കെ ഫുഡ് കഴിച്ച് സെറ്റാണ്, അവിടെ ഓൾറെഡി വൈറ്റമിൻ എ ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകത്തില്ല. പക്ഷേ പതിയെ ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുമ്പോഴത്തേക്കും പതിയെ ആയിരിക്കും നമ്മൾ ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പതിയെ വരുന്നത്? കാരണം നമ്മളെ കരള് അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കരള് വൈറ്റമിൻ എ ആയിട്ടല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ബീറ്റാ കരോട്ടിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതിനെ അതെന്ത് ചെയ്യുന്നു? വേറൊരു കെമിക്കൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഫോർമാറ്റിൽ നിന്നും നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അതിനെ വീണ്ടും വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് രക്തത്തിലൂടെ കലർത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അപ്പൊ കരളിൽ സംഭരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പോകുന്നത് വൈറ്റമിൻ ഡിയിലേക്കാണ്. ഓക്കെ, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എയുടെ ഒരു കാര്യം പറയുന്നു. ഏതൊക്കെ ഫുഡിലൂടെയാണ് വൈറ്റമിൻ എ നമുക്ക് ലഭിക്കുന്നത്? ക്യാരറ്റ്, ബീട്രൂട്ട്, ഇലക്കറികൾ ഉണ്ടല്ലോ, പച്ചിലക്കറികളൊക്കെ ഉണ്ടല്ലോ, അത്, പാല്, മുട്ട, ഇതിലൂടെയൊക്കെ നമുക്ക് വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിലേക്ക് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയിലേക്ക് പോകാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. സൺഷൈൻ. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഡി. അതായത് ഭക്ഷ്യവസ്തുക്കളിലൂടെ അല്ല നമുക്ക് എന്ത് ലഭിക്കുന്നത്? വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിലൂടെയും പിന്നെ നമ്മളല്ലാതെ ഇതിൻ്റെയൊക്കെ സപ്ലിമെന്റ്സ് ഉണ്ടല്ലോ, മരുന്നും ഗുളികകളും ഒക്കെ ഉണ്ട് വൈറ്റമിൻ ഡിയുടെ. സോ അതുവഴി നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ലഭിക്കും? വൈറ്റമിൻ ഡി ലഭിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് നമ്മുടെ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. സൺഷൈൻ വൈറ്റമിൻ എന്നും ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ആന്റി റിക്കറ്റ്സ്. ഓക്കെ, ആന്റി റിക്കറ്റ്സ് അതായത് റിക്കറ്റ് രോഗം ഉണ്ടാകാതിരിക്കാനുള്ള വൈറ്റമിൻ എന്ന് ആരറിയപ്പെടുന്നുണ്ട്? വൈറ്റമിൻ ഡി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പച്ചക്കറികളിൽ നിന്നും അധികം ലഭിക്കാറില്ല. ഇനി ഈ വൈറ്റമിൻ ഡിയുടെ ആ ഒരു ആവശ്യകത എന്താന്ന് വെച്ചാൽ നമ്മുടെ അസ്ഥി, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പല്ല്, ഇതൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യണം? കാൽഷ്യവും ഫോസ്ഫറസും എല്ലാം അബ്സോർബ് ചെയ്യണം അല്ലേ. ഈ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ അവിടെ അതിനെ സഹായിക്കുന്നതിനായിട്ട് ഒരു വൈറ്റമിൻ ഉണ്ടാകും. അതാണ് നമ്മുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ നമ്മുടെ പല ഫുഡിലൂടെയും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് വരണമെങ്കിൽ, അത് കൂടുതൽ സ്പീഡായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഫുഡിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഈ കാൽഷ്യവും ഫോസ്ഫറസും നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ആവശ്യമായിട്ടുള്ള
പോഷകങ്ങൾ കാൽഷ്യം ഫോസ്ഫറസും അത് കൊടുത്തോണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ, വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ ഈ കാൽഷ്യം ഫോസ്ഫറസ് എന്ത് ചെയ്യത്തില്ല, ആഗിരണം ചെയ്യത്തില്ല. ആഗിരണം ചെയ്യാതെ വന്നാൽ നമ്മുടെ പല്ലിനും എല്ലിനും ഒക്കെ എന്തുണ്ടാകും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. എല്ലിനൊക്കെ കാൽഷ്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നീട് അത് ഭയങ്കര രോഗങ്ങളിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം വർദ്ധിപ്പിക്കുന്ന ജീവകമാണ് ഏത്, ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം വർദ്ധിപ്പിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഡി ആണ്. ഇനി എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതെന്ന് ചോദിച്ചാലും അത് വൈറ്റമിൻ ഡി ആണ്. എന്താണ്, എല്ലിന്റെയും പല്ലിന്റെയും എന്താണ് ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ചോദിച്ചാൽ എന്താ പറയേണ്ടത്, വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, എന്താണ്, എല്ല്, പല്ല്, കാൽഷ്യം, ഫോസ്ഫറസ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ, വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളിലാണെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകും. എന്താണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ, കണരോഗം കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ എല്ലൊക്കെ വളയും, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ല് എന്ത് ചെയ്യും, വളഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. അതിന് കട്ടി കാണത്തില്ല, ആ എല്ലിനൊക്കെ കട്ടി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു വെയിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, വളഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വരും. അതെന്തുകൊണ്ടാണ്, ആ എല്ലിന് വേണ്ടുന്നത്ര പോഷകങ്ങൾ കിട്ടുന്നില്ല. സോ അതിനകത്ത് കാൽഷ്യം ഫോസ്ഫറസും ഒന്നും വന്നിട്ടില്ല. സോ അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടി വന്നത്. സോ അതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ, റിക്കറ്റ്സ് അഥവാ കണരോഗം. ഇനി വലിയവരിലാണെങ്കിൽ, മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ ഈ രോഗത്തിനെ എന്തെന്ന് വിളിക്കത്തില്ല, റിക്കറ്റ്സ് എന്നല്ല പറയുന്നത്, പകരം ഓസ്റ്റിയോമലേഷ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ ഡി ഓസ്റ്റിയോമലേഷ്യ ആണ്. ഓക്കെ, ചിലർ പഠിക്കാറുണ്ട് ക്രിക്കറ്റ് കാണാൻ ഓസ്ട്രേലിയയുടെ കളി കാണാൻ, ക്രിക്കറ്റ് കാണാൻ മലേഷ്യയിൽ പോയി എന്നൊക്കെ പഠിച്ചു വെക്കാറുണ്ട്. അത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഓസ്റ്റിയോമലേഷ്യ ആണ് പ്രായമായവരിൽ, അതായത് ഈ അസ്ഥിയുടെ തേയ്മാനമൊക്കെ വന്ന് അതിൻ്റെ ബലക്ഷയമൊക്കെ വരുന്ന ഒരു രോഗമാണ്, ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. സോ അത് അവരിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യം മനസ്സിലായോ? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ ആണ്. നമ്മളിത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുകയാണ്, SCRT ബേസ് ചെയ്ത് പഠിക്കുകയാണ്. ഇതിനകത്ത് കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് അതിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ സൺഷൈൻ വൈറ്റമിൻ ആണ്, ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ ഡി ആണ്. കാൽഷ്യം ഫോസ്ഫറസിന്റെ ഒക്കെ ആഗിരണത്തിന് സഹായിക്കുന്നു, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. അപര്യാപ്തത രോഗം ചോദിച്ചാൽ റിക്കറ്റ്സും അതുപോലെ തന്നെ ഓസ്റ്റിയോമലേഷ്യയുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? വൈറ്റമിൻ ഡി ക്ലിയർ ആണോ? ഇനി വൈറ്റമിൻ ഇയിലേക്ക് പോകുകയാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ ആണ് കേട്ടോ. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബോഡിയിലേക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. എന്താണെന്ന് അറിയാമോ? ഇതൊരു ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ബ്യൂട്ടി വൈറ്റമിൻ? നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. സോ അത് ശ്രദ്ധിച്ചിരിക്കുക. അത് മാത്രമല്ല, ഹൃദയത്തിന്റെ സംരക്ഷകൻ. വൈറ്റമിൻ ഇക്ക് ഒറ്റൊരു ഫംഗ്ഷൻ മാത്രമല്ല, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ വൈറ്റമിൻ ഇയുടെ ഒക്കെ ഓരോ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ മുഖത്തൊക്കെ തേക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഓർത്ത് വെച്ചിരിക്കാം. അത് മാത്രമല്ല, വൈറ്റമിൻ ഇ കൊണ്ട് ഒറ്റൊരു ഫംഗ്ഷൻ മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നാഡികൾ? നാഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവ്സ് അല്ലേ? നെർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? റെഡ് ബ്ലഡ് സെൽസിനെയാണ്, RBC ആണ് ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ആരോഗ്യം, നമ്മുടെ ബോഡിക്ക് നെർവ്സും RBC ഒക്കെ അതിൻ്റെ നല്ല ആരോഗ്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഇല്ല എങ്കിൽ, വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇത് ലൈംഗിക ഹോർമോൺ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യുൽപാദന വൈറ്റമിൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പ്രത്യുൽപാദനം, ഓക്കെ, ആ ഒരു ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ആണ്. സോ അതിനാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. സോ പ്രത്യുൽപാദന വൈറ്റമിൻ എന്നും, അതുകൊണ്ട് തന്നെ അതിനെ ആന്റി
സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ലൈംഗിക ഹോർമോൺ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പം ഊർജം ഉൽപ്പാദിപ്പിക്കും അല്ലെ. ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഫ്രീ റാഡിക്കൽസും അതിന്റെ കൂടെ ഫോം ചെയ്യും. ഫ്രീ റാഡിക്കൽസ് ഓക്കെ. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനെയും അതുപോലെ തന്നെ DNA ഓക്കെ അതേപോലുള്ള പ്രോട്ടീനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ടിഷ്യൂസ്, DNA അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ നമ്മുടെ ബോഡിയിലുള്ളതിനെ നശിപ്പിക്കാനായിട്ടുള്ള ആ ഒരു പവർ ഫ്രീ റാഡിക്കൽസിനുണ്ട്. സോ ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ എന്ത് ചെയ്യുന്നു? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, വൈറ്റമിൻ ഇ എന്ത് ചെയ്യും? ഈ ഫ്രീ റാഡിക്കൽസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളയും. ഓക്കെ, അതുകൊണ്ടാണ് വൈറ്റമിൻ ഇനെ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ആന്റി ഓക്സിഡന്റ് അത് എക്സ്പ്ലനേഷനോടൊന്നും കൂടുതൽ പോകണ്ട, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചർമ്മ സൗന്ദര്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. ചർമ്മ സൗന്ദര്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ്. വൈറ്റമിൻ എയുടെ കേസിൽ നമ്മുടെ ചർമ്മം സംരക്ഷണവും വരുന്നുണ്ട്, അതുപോലെ തന്നെ രോമ സംരക്ഷണമുണ്ട്. മുടി വളരാനും അതുപോലെ നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് വൈറ്റമിൻ എ. അതുപോലെ തന്നെ വൈറ്റമിൻ ഇനെയാണ് കൂടുതലും ബ്യൂട്ടി ആയിട്ട് പറയുന്നത്. സംരക്ഷണം നമ്മുടെ ചർമ്മ സൗന്ദര്യമായിട്ട് കൂടുതലായിട്ട് പറയുന്നത് എന്തിനെയാണ്? വൈറ്റമിൻ ഇനെയാണ് കേട്ടോ. അപ്പം അത് വൈറ്റമിൻ എയും ഇയും ചർമ്മത്തിന് നല്ലതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ചർമ്മ സംരക്ഷണം മെയിനായിട്ടും വരുന്നത് നമ്മുടെ വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ ഇക്കകത്ത് ചർമ്മ സൗന്ദര്യമാണ് കൂടുതൽ വരുന്നത്. പക്ഷേ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ആൻസർ ചെയ്ത് പോയാൽ മതി. കൃത്യമായിട്ട് അവർ ചർമ്മമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം വൈറ്റമിൻ എ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവത്തില്ല. സോ അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വൈറ്റമിൻ ചർമ്മമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ മെയിനായിട്ടും PSCയുടെ ആൻസർ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ കെ. എന്താണ് വൈറ്റമിൻ കെ? അതായത് നമ്മൾ കൈ ഒന്ന് മുറിയുന്നു, ഓക്കെ, ഒന്ന് മുറിയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് വരും അല്ലേ? ബ്ലഡ് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് അങ്ങ് ക്ലോട്ട് ആവത്തില്ലേ? ബ്ലഡ് അവിടെ അങ്ങ് നിൽക്കത്തില്ലേ? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഇനിയിപ്പം കൈ മുറിയുന്നു, കൈ മുറിഞ്ഞ് ബ്ലഡ് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്, അത് ക്ലോട്ട് ആകുന്നതേ ഇല്ല, അതങ്ങ് ഇങ്ങനെ പൊക്കോണ്ട് രക്തസ്രാവം പോലെ ഇങ്ങനെ പോവുകയാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തില്ല? വൈറ്റമിൻ കെ ഇല്ല. മനസ്സിലായോ? അതായത് നമ്മുടെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് മെയിനായിട്ടും കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അതുപോലെ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ രക്തം പോയി തുടങ്ങിയാൽ അത് പെട്ടെന്ന് ക്ലോട്ട് ആകണമെങ്കിൽ അതിന് ആരുടെ പ്രസൻസ് ഉണ്ടാകണം? വൈറ്റമിൻ കെയുടെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകണം. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ എപ്പോഴും ചോദിക്കുന്നതാണ്, അത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ, കെ കട്ട. ഓക്കെ, കെ കട്ട, രക്തം കട്ട എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അപര്യാപ്തത രോഗം എന്താണ്? ഹെമറേജ് ആണ്, രക്തസ്രാവമാണ്. ഓക്കെ, ഹെമറേജ് ആണ് ഈ ഒരു അപര്യാപ്തത രോഗമായിട്ട് പറയുന്നത്. ഓക്കെ, ഹെമറേജ് ആണ്. ഓക്കെ, ഇനി കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം. നമ്മുടെ കുടലിൽ എന്തുണ്ട്? ബാക്ടീരിയസ് ഉണ്ട്. ഈ ബാക്ടീരിയസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വൈറ്റമിൻ കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? വൈറ്റമിൻ കെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ എ പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു, കെ പഠിച്ചു. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യുമല്ലോ. വൈറ്റമിൻ എ എന്ന് കേൾക്കുമ്പം കണ്ണ് ഓർക്കുക, വൈറ്റമിൻ ഡി എന്ന് കേൾക്കുമ്പം സ്കിന്ന്, നമ്മുടെ എല്ലും പല്ലും ഒക്കെ ഓർക്കുക. അതുപോലെ വൈറ്റമിൻ ഇ എന്ന് കേൾക്കുമ്പം നമ്മളെ ചർമ്മം അല്ലെ, സ്കിന്നിന്റെ ആ ഒരു സൗന്ദര്യം ഓർക്കുക, ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യം ഓർക്കുക, ആന്റി ഓക്സിഡന്റിന്റെ കാര്യം ഓർക്കുക. ഓക്കെ, അതുപോലെ കെ എന്ന് കേൾക്കുമ്പോൾ രക്തത്തിന്റെ കാര്യം ഓർക്കുക. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നിട്ട് അതിന്റെ ആ സയന്റിഫിക് നെയിമും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് സെറ്റാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ ബി കോംപ്ലക്സിലേക്ക് പോകുമ്പോൾ അവിടെ B1, B2, B3യുടെ ഒക്കെ ആ ഒരു സയന്റിഫിക് നെയിം ഒക്കെ നമുക്കൊന്ന് പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ എല്ലാം കൂടെ പഠിച്ച് കുളവാക്കുന്നതിലും നല്ലത് കുറച്ച് വിധം പഠിച്ചു പോകുന്നതാണ്. സോ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട്, വരുന്ന ക്യാപ്സ്യൂൾ സെഷനിലായിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലതുപോലെ പഠിക്കാം, നല്ലതുപോലെ
റിവിഷൻ ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം റിവിഷൻ ചെയ്യുക. ഈ ഓരോ എക്സാംസും നമുക്കിപ്പം വലിയൊരു ചാൻസ് ആണ്. ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. 10th ലെവൽ ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇനിയിപ്പം ഫോഴ്സ് എക്സാംസ് CPO CO എല്ലാം ഡിസംബറിലൊക്കെ വിളിക്കും. അപ്പോൾ അത്രയും എക്സാംസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് കയറി പോകാൻ പറ്റിയ ഒരു അവസരമാണ്. അത് വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റത്തില്ല. നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിച്ച് നല്ലപോലെ തറവാക്കി നല്ലപോലെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ തറവാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെ, എൻട്രി ആപ്പിനകത്ത് ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. എൻട്രി ആപ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ്, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കിടക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം എൻട്രിയിൽ കയറാതെ ഇത്തരത്തിലുള്ള ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ അതിനകത്തുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക. അതിനകത്ത് ഒരുപാട് എക്സാംസ് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരു എക്സാമിനെങ്കിലും സമയം മാറ്റി വെച്ച് മാക്സിമം എക്സാംസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നെഗറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കണം, അതുപോലെ കറക്റ്റ് ടൈമിനുള്ളിൽ എങ്ങനെയാണ് പരീക്ഷ കൺക്ലൂഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ പഠിച്ചതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾ പോയി എഴുതുന്ന PSC എക്സാം ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടത്തില്ല. ഓക്കെ, നെഗറ്റീവ് നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല, ടൈം ശ്രദ്ധിക്കത്തില്ല, അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് എക്സാംസ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്യാപ്സ്യൂൾ സെഷനിൽ കാണാം. സോ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സും ഇതിൻ്റെ ഒരു നോട്ടും അതിൻ്റെ ക്വിസും കാര്യങ്ങളെല്ലാം ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൽ പോയിട്ട് അതിൻ്റെ ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.